എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ്. മോഡേൺ മെഡിസിൻ അല്ലാത്ത ചികിത്സാവിഭാഗങ്ങളിൽപ്പെട്ട ചില തീവ്ര മോഡേൺ വിരുദ്ധ നിലപാടുള്ളവരുടെ ഒരു ഇഷ്ട വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. താലിഡോമൈഡ് എന്ന മരുന്നാണ് ഇത്തരക്കാരുടെ ഇഷ്ട വിഷയം. ഇത്തരക്കാരുടെ വീഡിയോകളിൽ അല്ലെങ്കിൽ FB പോസ്റ്റ് വഴിയൊക്കെ നിങ്ങൾ ഈ താലിഡോമൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇവരോട് നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ്, ഇത് ഏത് അവയവത്തിൽ ആക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഏത് അവയവത്തിൽ കൂടിയാണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്യുക തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്ഥിരമായി അവരുടെ പോസ്റ്റ് വഴി ഒരു ക്ലീഷേ പോസ്റ്റ് പുറത്തിറങ്ങും. നിങ്ങൾ 10,000 പേരെ കൊന്ന താലിഡോമൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിരോധിത മരുന്നായ താലിഡോമൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ താലിഡോമൈഡ് ഇന്നും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ബോൺ ക്യാൻസർ, കുഷ്ഠരോഗം എന്നിങ്ങനെ നിരവധി ആൾക്കാരെ ജീവൻ രക്ഷിക്കുന്ന ഒരു മരുന്ന് മാത്രമാണ് താലിഡോമൈഡ്. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്? ഹാഫ് ബേക്ക്ഡ് സ്റ്റോറി, അതായത് പാതി വെന്ത സത്യം പറയുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് നിങ്ങളോട് ചില ഭാഗങ്ങൾ മാത്രം പറയും, ബാക്കി ഭാഗം മറച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ മോഡേൺ മെഡിസിൻകാർ എന്തോ വിഷം വിൽക്കുന്നു എന്ന് പറയുകയും അതിനോടൊപ്പം ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയുമാണ് പതിവ്. നമുക്ക് ഈ താലിഡോമൈഡിൻ്റെ വിശദ വിവരം ഒന്ന് മനസ്സിലാക്കാം. 1950-ൽ ജർമ്മനിയിലാണ് ഈ താലിഡോമൈഡ് ഒരു ഫാർമസ്യൂട്ടിക്കലായി അവതരിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായും ഒരു സെഡേറ്റീവ്, അതായത് ഉറക്കം വരാനുള്ള ഒരു ഗുളികയായിട്ടാണ് ഇത് പ്രചരിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു ആൻറ്റി എമറ്റിക് അല്ലെങ്കിൽ ഛർദി തടയാനുള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ആൻറ്റി എമറ്റിക്കായിട്ട് യൂസ് ചെയ്തു തുടങ്ങി. അപ്പം ഇത് നമുക്കറിയാമല്ലോ, ഗർഭിണികളിൽ മോർണിംഗ് സിക്നസ്, ഛർദി ഉണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി ഇത് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഇത് ഒരു മോർണിംഗ് സിക്നസ് ഉള്ള മരുന്നുമായി മാറി. ഇത് ആ കാലഘട്ടത്തിൽ ഓവർ ദ കൗണ്ടർ, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ പലരും ഇത് വാങ്ങിച്ച് കഴിക്കുകയും അങ്ങനെ ഈ കാലങ്ങൾ മുമ്പോട്ട് പോയി. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ജർമ്മനിയിലെയും മറ്റ് യൂറോപ്പിലുള്ള പീഡിയാട്രീഷ്യന്മാർ ഉണ്ടാകുന്ന കുട്ടികളിൽ ചിലർക്ക് ഈ കയ്യിലെയും കാലിലെയും ഒക്കെ എല്ലുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചു. അതായത് അതിന് ഫിക്കോമൈലിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ പീഡിയാട്രീഷ്യന്മാർ വീണ്ടും ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. അങ്ങനെ അവർ കണ്ടുപിടിച്ചു താലിഡോമൈഡ് കഴിച്ച അമ്മമാരുടെ കുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അങ്ങനെ അവിടെ തന്നെ ഇത് ബാൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് താലിഡോമൈഡിൻ്റെ ഇവർ അവതരിപ്പിക്കുന്ന കഥയുടെ ആദ്യ ഭാഗം. ഇത് ഏതാണ്ട് 10,000 കുട്ടികളെ ബാധിച്ചു. അതിൽ ഭൂരിഭാഗം പേരും മരിക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ ഒരു സംഭവം. അപ്പം ഇത് പറഞ്ഞിട്ട് ഇവർ മോഡേൺ മെഡിസിനെ കുറ്റം പറയുകയും നിങ്ങൾ കഴിക്കുന്ന മോഡേൺ മെഡിസിൻ മരുന്നുകളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരുടെ മരുന്നുകൾ വിൽപ്പന ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ ഭാഗം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇവർ ഒരിക്കലും പറയുകയില്ല. അത് നിങ്ങൾ അറിയണം. കാരണം ഇവർ പറയാത്തതിൻ്റെ കാരണം, ഇവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇവർ മിണ്ടില്ല. കാരണം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം സത്യമാണെന്നും മോഡേൺ മെഡിസിൻ എവിഡൻസ് ബേസ്ഡ് ആണെന്നും ഇവർ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ കഥയ്ക്ക് നിലനിൽപ്പില്ലാതെ വരും. അപ്പം നിങ്ങൾ ഈ കഥ അറിയണം, എന്താണ് സംഭവിച്ചത്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഭവിച്ചില്ല. ഇത് സംഭവിച്ചത് പ്രധാനമായും യൂറോപ്പിൻ്റെ ഭാഗത്തും ഓസ്ട്രേലിയയിലുമാണ്. എന്നാൽ അമേരിക്കയിൽ ഇത് സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? അമേരിക്കയിൽ ഇവർ ഈ ജർമ്മൻ മെഡിക്കൽ കമ്പനികൾ ഈ മരുന്നുമായി ഞങ്ങൾക്കിത് അമേരിക്കയിൽ വിൽക്കണമെന്ന് പറഞ്ഞ് US FDA സമീപിക്കുന്നു. US FDA പറയുന്നു, ഇവിടെ ഇത് പരിശോധിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു റെഗുലേറ്ററി അപ്രൂവൽ വേണം. അപ്പോൾ ആ റെഗുലേറ്ററി അപ്രൂവലിന് വേണ്ടി അവർ ഫ്രാൻസിസ് കെൽസി എന്ന് പറഞ്ഞ ഒരു ജൂനിയർ സയൻറ്റിസ്റ്റിനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചത്. അവർ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ സേഫ്റ്റി പ്രൊഫൈല് ശരിയല്ല, അതുകൊണ്ട് ഇത് അമേരിക്കയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇത് അമേരിക്കയിൽ അവർ വിൽപ്പന നടന്നില്ല. അമേരിക്കയിലെ കുട്ടികൾ രക്ഷപ്പെട്ടു. എന്നാൽ അറിയാമല്ലോ, ഇവരിടയ്ക്ക് കുറച്ച് സാമ്പിൾ എവിടെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അമേരിക്കയിൽ ചില ഭാഗങ്ങളിൽ ചിലർക്ക് പേരിന് മാത്രം ഈ അപകടം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് ഇവിടെ സംഭവിച്ചത്? അല്ല, ശാസ്ത്രവും മോഡേൺ മെഡിസിനും എവിഡൻസ് ബേസ്ഡാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ ശ്രദ്ധക്കുറവും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഈ അപകടത്തിലേക്ക് വഴിതെളിച്ചത്. അതല്ലാതെ ശാസ്ത്രത്തിൻ്റെയോ മോഡേൺ മെഡിസിൻ്റെയോ കുഴപ്പമല്ല. ഈ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ താലിഡോമൈഡ് ഒരു പ്രശ്നക്കാരനാണെന്ന് കണ്ടെത്തിയതും അത് രോഗത്തോട് വിളിച്ചു പറഞ്ഞതും മോഡേൺ മെഡിസിൻ ഡോക്ടർമാരാണ്. ഈ ഒരു സ്പെസിഫിക് ഫാക്ട് നിങ്ങൾ ഓർക്കണം. കാരണം എന്താണ് ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറുമുള്ള ഇത്തരം ഈ കപടശാസ്ത്ര തീവ്രവാദികളുടെ ഒരു ഏറ്റവും വലിയ ആരോപണമാണ് ഡോക്ടർമാർ നിങ്ങളോട് പലതും മറച്ചു വയ്ക്കുന്നു, ഡോക്ടർമാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫാർമ കമ്പനികൾ നിങ്ങളിൽ നിന്നും പലതും മറച്ചു വയ്ക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് ശരിയല്ല. മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ
നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രം ഒരു എവിഡൻസ് ബേസ്ഡാണ്. അതിന് ഓപ്പണായിട്ടുള്ള ഒരു സമീപനമാണ്, എല്ലാം തുറന്ന രീതിയിലുള്ള സമീപനമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു പോയിന്റിൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത ഭാഗം, എന്തുകൊണ്ട് യൂറോപ്പിലെ ശാസ്ത്രജ്ഞന്മാർക്ക് പിഴച്ചു, അമേരിക്കക്കാർക്ക് പിഴച്ചില്ല? അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം 1950കളിൽ യൂറോപ്പിലെ ഡ്രഗ് ലോ അല്ലെങ്കിൽ ഈ മരുന്നുകളുടെ നിർമ്മാണം, അതിൻ്റെ വിപണനത്തിനെ കുറിച്ചൊക്കെയുള്ള നിയമങ്ങളും റെഗുലേറ്ററി ലോസ് എല്ലാം വളരെ ലൂസായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ മോഡേൺ മെഡിസിൻ ഒഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പരസ്യങ്ങൾ. അതായത് നിങ്ങൾ ശ്വാസം മുട്ടലിന് ശ്വാസം ബ്രീത്ത് ഈസി ആക്കാനായിട്ട്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, മുട്ടുവേദനയുള്ളവർ പറന്നോടാൻ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പരസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതും പോട്ടെ, ക്യാൻസറിന് അർബുദനാശിനി എന്ന് പറഞ്ഞ മരുന്ന് പിഴിഞ്ഞു കുടിച്ചാൽ അസുഖം മാറും, സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് 1950ലെ യൂറോപ്പിലെ അവസ്ഥയല്ലേ ഇവിടെ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഓക്കെ, അത് പോട്ടെ, അത് നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് ഞാൻ തന്നു എന്ന് മാത്രം. ഇനിയും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ 1950കളുടെ സമയത്ത് നമ്മുടെ യൂറോപ്പിലെ ശാസ്ത്രജ്ഞന്മാർ പ്രധാനമായും വിചാരിച്ചിരുന്നത് ഈ ഗർഭിണികളിലെ ഉള്ളിൽ മരുന്ന് കൊടുക്കുമ്പോൾ ഈ പ്ലാസൻ്റ, അതായത് നമ്മൾ മറുപിള്ള എന്ന് പറയുന്നത് ഒരു ബാരിയറായി പ്രവർത്തിക്കും. അതായത് നമ്മുടെ അമ്മയുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്ന കെമിക്കലോ മരുന്നോ ഒന്നും ഈ പ്ലാസൻ്റയുടെ അകത്തൂടെ കൊച്ചിൻ്റെ അടുത്തേക്ക് പോവില്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചിന്താഗതി. അതായത് ഒരു പ്ലാസൻ്റ ഒരു ബാരിയറായിട്ട് പ്രവർത്തിക്കുമെന്നാണ്. പിന്നീട് നമുക്കത് മനസ്സിലായി, ഈ പ്ലാസൻ്റ എല്ലാത്തിനും ഒരു ബാരിയറല്ല, പല കെമിക്കൽസും ഇതുവഴി കുട്ടികളിലേക്ക് എത്തുമെന്ന്. അതായത് കാലം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് ഗർഭിണികൾക്ക് ഒരു മരുന്ന് അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ പ്രത്യേകമായി ഈ പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിന് ടെർട്ടാജനസിറ്റി ഉള്ളതാണോ എന്ന് പ്രത്യേകമായി നോക്കിയതിന് ശേഷമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ കാലം കഴിയുന്നതോറും ഓരോന്ന് പഠിച്ചു വരുന്നു, പുതിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ പലരും ഇപ്പോഴും ഞങ്ങൾ 5000 വർഷം മുമ്പത്തെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്താണ് അല്ലേ ഒരു വിരോധാഭാസം? മറ്റൊരു തെറ്റ് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LD50 എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷനാണ്. അതായത് ലീത്തൽ ഡോസ് 50. അതായത് ഒരു എലികളെ നമ്മൾ പരീക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു മരുന്നിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ അതിലെ 50 എലികൾ, 100 എലികളുടെ പരീക്ഷണത്തിൽ 50 എലികൾ ചത്തുപോകുന്ന ഒരവസ്ഥയിലുള്ള ഡോസിനെയാണ് LD50 എന്ന് പറയുന്നത്. അത് വെച്ചാണ് ഇവർ ഒരു ടോക്സിസിറ്റി അളന്നു തരുന്നത്. അപ്പം എലികളിൽ ഈ താലിഡോമൈഡ് എത്ര കൊടുത്താലും ഒരു എലിയും ചാവുന്നില്ല. അപ്പോൾ LD50 എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നവർക്ക് തോന്നിയതുകൊണ്ട് അവർ വിചാരിച്ചു ഇത് കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കുമെന്ന് ഇവർ വിചാരിച്ചു. പിന്നീട് നമുക്ക് ശാസ്ത്രം മനസ്സിലായി എലികളുടെ മെറ്റബോളിസവും നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ മെറ്റബോളിസവും തമ്മിലും വ്യത്യാസമുണ്ട് എന്ന്. അപ്പോൾ കാലം കഴിയുന്തോറും നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീനിയറായ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നതിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാൻ പാടില്ല, ശരിയായിരിക്കും എന്നൊരു ചിന്ത അന്നത്തെ സയൻസ് കമ്മ്യൂണിറ്റിക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കി, സയൻസ് എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അത് എത്ര സീനിയറാണെന്നോ അല്ലെങ്കിൽ എത്ര പ്രഗത്ഭനാണെന്നോ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തം നടത്തിയെന്നോ എന്ന് വിചാരിച്ച് അവർ പറയുന്ന കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. അതായത് തെളിവ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് സയൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ്. എന്നാൽ സ്യൂഡോ സയൻസ് പ്രചാരകർ പറയുന്നത് എന്താണ്? ഞങ്ങൾ 5000 വർഷം മുമ്പ് കണ്ടുപിടിച്ചതാണ്, ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയ ഹെഗ്ഡെ പറഞ്ഞിട്ടുണ്ട്, മുൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വല്യത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും കപടശാസ്ത്രവും എവിഡൻസ് ബേസ്ഡ്, അതായത് ആധുനിക മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴും ഇവരാരും ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇതിൻ്റെ എന്താണ് ഇതിലെ അപകടമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. വീണ്ടും കപടശാസ്ത്രവാദികൾ പറയാത്ത താലിഡോമൈഡിൻ്റെ ബാക്കി കഥ കൂടെ പറയാം, എങ്ങനെയെങ്കിലും ഈ ടോപ്പിക്ക് പൂർണ്ണമാകുകയുള്ളൂ. താലിഡോമൈഡിനെ നിരോധിച്ചുവെങ്കിലും താലിഡോമൈഡിനെ കുറിച്ച് വീണ്ടും പഠനങ്ങൾ തുടർന്നു. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ താലിഡോമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിററിൻ്റെ ഇമേജ് പോലെ തന്നെ 2 തരം മോളിക്യൂൾ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു, R ഫോമും S ഫോമും. അതിൽ R ഫോമിനാണ് ഈ സെഡേറ്റീവ് എഫക്റ്റ് ഉള്ളതെന്നും S ഫോമിനാണ് ഈ ടെർട്ടോജനസിറ്റി അല്ലെങ്കിൽ ഈ കൈകാലുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫോം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം വീണ്ടും അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കി, R ഫോം മാത്രം കൊടുത്താലും ശരീരത്തിനുള്ളിൽ വെച്ച് S ഫോം ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഈ പ്യൂറായിട്ടുള്ള R ഫോം കൊടുത്തവരിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ടായതെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ശാസ്ത്രം അവിടെ നിന്നില്ല, വീണ്ടും പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടർന്നു. അവസാനം അതിൻ്റെ ഫൈനൽ പോയിന്റിൽ അവരെത്തി. അതായത് ഈ താലിഡോമൈഡിൻ്റെ യഥാർത്ഥ ആക്ഷൻ ഈ S ഫോം ആണെങ്കിലും R ഫോം ആണെങ്കിലും അത്
കോശങ്ങളിലെ സെറിബലോൺ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വളർച്ച അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ കോശങ്ങളുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച എല്ലാം തകർന്നു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കോശങ്ങളുടെ വളർച്ച തകരുമ്പോഴാണ് നമുക്കറിയാലോ ആ ഭാഗം ഡെവലപ്പ് ചെയ്യാതെ കുട്ടികൾക്ക് കൈയോ കാലോ ഇല്ലാതെ ഉണ്ടാകുന്നതെന്നും അവർ കണ്ടുപിടിച്ചു. വീണ്ടും അവിടെയും നിന്നില്ല, അവർ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളിലാണ് അവർ മനസ്സിലാക്കിയത് ഈ ഒരു മെക്കാനിസം കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ ക്യാൻസറിനെ നമുക്ക് ഭേദമാക്കാമെന്ന് മനസ്സിലാക്കിയത്. ഈ കാലഘട്ടത്തിലാണ് നിരവധി ആൾക്കാർ കീമോതെറാപ്പി ഫെയിലായി മൾട്ടിപ്പിൾ മൈലോമ എന്ന ബോൺ ക്യാൻസർ കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരുന്നത്. അവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാനായിട്ട് താലിഡോമൈഡിന് സാധിച്ചു. അതുപോലെ തന്നെ കുഷ്ഠരോഗം, ചിലതരം മരുന്ന് റെസിസ്റ്റൻ്റായ കുഷ്ഠരോഗികൾക്കും ഇവൻ ഒരു രക്ഷകനായി മാറി. അങ്ങനെ കപടശാസ്ത്രക്കാരുടെ മോഡേൺ മെഡിസിനിലെ വില്ലൻ അങ്ങനെ ജനങ്ങളുടെ രക്ഷകനായി മാറിയ കഥയാണ് യഥാർത്ഥ താലിഡോമൈഡ് ചരിത്രം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, താലിഡോമൈഡ് എൻ്റെ കാര്യങ്ങളെന്ന് അല്ലെങ്കിൽ താലിഡോമൈഡ് ദുരന്തമെന്ന് കപടശാസ്ത്രവാദികൾ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ല, അവിടെ ശാസ്ത്രത്തിൻ്റെ വിജയമാണ് നാം കാണുന്നത്. അതായത് തെറ്റുകൾ സ്വയം കണ്ടുപിടിക്കാനും അത് തിരുത്താനും അതുപോലെ തന്നെ വില്ലനെ ഒരു രക്ഷകനാക്കി മാറ്റാനുമുള്ള കഴിവുള്ള എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം. അതുപോലെ തന്നെ ഈ കപടശാസ്ത്രവാദികളോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു കഥ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ കഥയുടെ മുഴുവൻ ഭാഗവും പറയുക. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ എന്തിനാണ് പകുതി കഥ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നത്? നിങ്ങൾ ഇത്തരക്കാരുടെ കഥക്കാരോട് പറയുക, നിങ്ങൾ ഈ കഥ പറയുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോളിക്യൂൾ, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ്, അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, അത് ഏത് ഓർഗൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ LD50 അതായത് സേഫ് ഡോസ് എത്ര എന്ന് കൃത്യമായി പറഞ്ഞിട്ട് മറ്റുള്ള ശാസ്ത്രശാഖകളെ കുറ്റം പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഇടപെടലാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് ഏറ്റവും ആവശ്യം. താങ്ക് യു.